സ്വർണ്ണക്കടത്ത് കേസ് നമ്മുടെ സിനിമാ വിഗ്രഹങ്ങളെ ഓരോ ദിവസം കഴിയുന്തോറും തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്തു CBI. പിന്നെ ശ്രവ്യ സുധാകർ, ഡാലു, മൈഥിലി, ഇങ്ങനെ പോകുന്നു പട്ടിക. സ്വർണ്ണമല്ലേ ജനം കണ്ട് അന്തിച്ചു നിന്നു. ഈ ഫയസ് എന്ന വ്യക്തിനെ എനിക്ക് നേരത്തെ അറിയാം. ഹി ഈസ് ജസ്റ്റ് our common friend. We all are common friends to Fayaz. Actress Maithili or Chippy Adrian, we all just common friends of Fayaz. എനിക്ക് ഒരിക്കലും ഷവ്യ എന്ന പെൺകുട്ടീനെ അറിയാവുന്നത് ഫയസ് ത്രൂ അല്ല. ആൻഡ് ഇയാൾ ഹീസ് അവർ കോമൺ ഫ്രണ്ട്. ആൻഡ് ഒരിക്കലും ഷവ്യ ആദ്യം മീഡിയ പറഞ്ഞു ഷവ്യനെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫയസിനെ ഞാനാണ് ഷവ്യക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഷവ്യ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മീഡിയ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഞാൻ കേട്ടു ഇന്നലെ ഷവ്യ പറഞ്ഞിരിക്കുന്നു ഡാലു ആണ് ഷവ്യനെ ഫയസിന് പരിചയപ്പെടുത്തിയെന്ന്. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. ഫയസിൻ്റെ സിം കാർഡ് ഞാൻ യൂസ് ചെയ്തു എന്നായിരുന്നു. ഫയസിൻ്റെ സിം കാർഡ് ഞാൻ യൂസ് ചെയ്തിരുന്നു ബിക്കോസ് ഹി വാസ് മൈ ഫ്രണ്ട്. ഫയസിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഐ മീൻ ഗുഡ് റിലേഷൻ. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജസ്റ്റ് ഈസ് കോമൺ ഫ്രണ്ട് ഓഫ് അനദർ ഫ്രണ്ട് ഓഫ് അസ്. അപ്പം ഫൈസിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററുടെ വെഡ്ഡിങ്ങിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്കൊരു സിം കാർഡ് വേണം, ഞാൻ എടുക്കാൻ പോവാണ്. ഞാനൊരു സിം കാർഡ് എടുക്കാൻ പോവാണ്. സോ എനിക്ക് അത് ഒരു മറ്റേ നമ്പർ ഫാൻസി നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പം ഫൈസ് പറഞ്ഞു യു ക്യാൻ യൂസ് ദിസ് നമ്പർ ബിക്കോസ് ഞാനിത് യൂസ് ചെയ്യുന്ന നമ്പറല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിത് യൂസ് ചെയ്തു. ആൻഡ് 6 months ഈ ഫയസ് യൂസ് ചെയ്തിരുന്ന സിം കാർഡാണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ എനിക്കും തോന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ആ സിം കാർഡ് ഇരുന്നപ്പോൾ അതിനകത്ത് ഫയസിനെ തിരക്കി ഒരു കോൾസ് പോലും എനിക്ക് വന്നിട്ടില്ല. സിം കാർഡ് എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ബാക്കി കഥകൾ CBI തന്നെ പറഞ്ഞോളും. എല്ലാം കഴിയുമ്പോൾ കൂട്ടിലിട്ട തത്തയായി CBI റെഡിമെയ്ഡ് വാചകങ്ങൾ പറയാതിരുന്നാൽ മതി. വാരാന്ത്യ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച കാണും വരെ നന്ദി, നമസ്കാരം.